ചേർത്തല തവണക്കടവ് വൈക്കം ഫെറിയിൽ പഴയ തടി ബോട്ടിന് പകരം പുതിയ ഇരട്ട എഞ്ചിനുള്ള കാറ്റാമറൈൻ ബോട്ട് സർവീസ് ആരംഭിച്ചു. കാലപ്പഴക്കത്തിൽ സർവീസിന് യോജിച്ചതല്ലാതിരുന്ന A90 നമ്പർ ബോട്ട് മാറ്റിക്കൊണ്ടാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പ് പുതിയ ബോട്ട് എത്തിച്ചത്. ഒട്ടേറെ യാത്രക്കാർ ആശ്രയിക്കുന്ന ഫെറി സർവീസാണ് തവണക്കടവ് വൈക്കം ഫെറി. എറണാകുളത്ത് നിന്ന് എത്തിച്ചതാണ് പുതിയ കാറ്റാമറൈൻ ബോട്ട്. യാത്രക്കാർക്ക് സുരക്ഷിതത്വവും സമയലാഭവും ലക്ഷ്യമാക്കിയാണ് കാറ്റാമറൈൻ ബോട്ട് നിർമ്മിച്ചിട്ടുള്ളത്. 75 യാത്രക്കാരെ കയറ്റാനുള്ള ശേഷിയാണ് ഈ ബോട്ടിനുള്ളത്. ഓണക്കാലത്തെ തിരക്ക് മുൻനിർത്തി കൂടിയാണ് പഴകിയ ബോട്ട് മാറ്റി പുതിയ ബോട്ട് എത്തിച്ചത്. കാറ്റും മഴയും ശക്തമായ നിലവിലെ സാഹചര്യത്തിൽ പഴകിയ തടിബോട്ട് ഓടിക്കുന്നതിൽ യാത്രക്കാർക്ക് ഏറെ ആശങ്കയുണ്ടായിരുന്നു. 74 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന തടിബോട്ടിൽ അപകട ഭീഷണിയെ തുടർന്ന് ഇതിന്റെ പകുതി പേരെ പോലും ജീവനക്കാർ കയറ്റിയിരുന്നില്ല. ഭയന്നാണ് ഇതിൽ ജനങ്ങൾ യാത്ര ചെയ്തിരുന്നത്. കാറ്റാമറൈൻ ബോട്ടിന് ഇരട്ട എഞ്ചിനുള്ളതിനാൽ യാത്രക്കിടെ ഒരു എഞ്ചിൻ കേടായാലും അടുത്ത എഞ്ചിൻ ഉപയോഗിച്ച് ബോട്ട് കരക്കെത്തിക്കാൻ കഴിയും. നിലവിൽ സോളാർ ബോട്ടായ ആദിത്യ ഉൾപ്പെടെ 4 ബോട്ടുകളാണ് തവണക്കടവ് വൈക്കം ഫെറിയിൽ സർവീസ് നടത്തുന്നത്. ആലപ്പുഴ, കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഫെറി സർവീസാണ് തവണക്കടവ് വൈക്കം. ആലപ്പുഴ ജില്ലയിലെ ലാഭകരമായ രീതിയിൽ ബോട്ട് സർവീസ് നടത്തുന്ന ഫെറി കൂടിയാണിത്. 6 രൂപയാണ് ഇവിടുത്തെ യാത്രാ നിരക്ക്. മിൻ മീഡിയ, ചേർത്തല.